ഇന്നലെ പരിഗണിക്കേണ്ട കേസ് ഇന്നലെ ഉച്ച കഴിഞ്ഞതിന് ശേഷം കോടതി അവധിയായി പോയി. അപ്പൊ മൂന്നാർ ബെഞ്ചിലുള്ള ഒരു കേസ് പോലും പരിഗണിച്ചില്ല. അദ്ദേഹത്തിന് ജഡ്ജിക്ക് എന്തോ ലക്ഷദ്വീപിലേക്ക് പോകേണ്ട എന്തോ ഔദ്യോഗിക ആവശ്യമുള്ളതുകൊണ്ടാണ് ആ കേസ് ഇന്നലെ പരിഗണിക്കാതിരുന്നത്. അല്ലെങ്കിൽ തീർച്ചയായിട്ടും ഇന്ത്യ നടപടി ഉണ്ടാകത്തില്ലായിരുന്നു. അപ്പൊ അങ്ങനെ ഇരിക്കെ ഇനി അടുത്ത ചൊവ്വാഴ്ചയോ ബുധനാഴ്ചയോ മാത്രമേ ഈ സിറ്റിംഗ് ഉള്ളൂ. അപ്പൊ അതുവരെ ആ സാവകാശം പോലും തരാതെ എന്തുകൊണ്ടാണ് ഇത്ര പെട്ടെന്ന് ഒരു നടപടി എടുക്കാൻ ഈ ഉദ്യോഗസ്ഥന്മാരെ പ്രേരിപ്പിച്ചിരിക്കുന്നത് എന്നാണ് ഞങ്ങൾക്ക് മനസ്സിലാകാത്തത്. തീർച്ചയായിട്ടും ഞങ്ങൾക്ക് ഹൈക്കോടതി തന്നിരിക്കുന്ന സാവകാശം അത് ഞങ്ങൾക്ക് വേണം. അത് തന്നെയല്ല, ഞങ്ങൾക്ക് അതിന്റെ മേൽക്കോടതിയിലേക്ക് പോകാനുള്ള അവകാശം ഞങ്ങൾക്ക് വേണം. അതിനുള്ള സമയം ഞങ്ങൾക്ക് തരണം. ഇതെല്ലാം വേണമല്ലോ. ഇതെല്ലാം ഈ ജനാധിപത്യ രാജ്യത്ത് ഇതെല്ലാം അനുവദനീയമാണല്ലോ. എല്ലാവർക്കും ജനാധിപത്യ രാജ്യമാണല്ലോ ഇവിടെ. അപ്പൊ അതുകൊണ്ട് ഞങ്ങൾക്ക് റവന്യൂ ഉദ്യോഗസ്ഥരെ ഞങ്ങൾ ഇവരെ സമീപിച്ചിട്ടില്ലല്ലോ. അതിനുശേഷം ഞങ്ങൾ സമീപിച്ചിട്ടില്ല. ഇങ്ങനെയൊരു നടപടി നടക്കാൻ പോകാണെന്ന് പോലും ഞങ്ങൾ ഇവരെ അറിയിച്ചിട്ടില്ല. അതാണ് ആ നടപടി നടക്കാൻ പോകണമെന്ന് ഓരോ അറിയിച്ചിരുന്നുവെങ്കിൽ പിന്നെ ഞങ്ങൾ ബന്ധപ്പെട്ട സ്റ്റേഷനിലും കളക്ടർക്കും എല്ലാം ഞങ്ങൾ കോടതിയുടെ ഞങ്ങൾക്ക് കിട്ടിയിരിക്കുന്ന ഫയൽ നമ്പറും കേസിന്റെ നമ്പറും എല്ലാം ഞങ്ങൾ കൊടുക്കുകയും ചെയ്തിട്ടുള്ളതാണ്. എല്ലാ നിയമപരമായിട്ടുള്ള സമയങ്ങളും അവർക്ക് കൊടുത്തിട്ടുണ്ട്. അപ്പീൽ ഫയൽ ചെയ്യാനുള്ള സമയവും കൊടുത്തിട്ടുണ്ട്. അപ്പോൾ പക്ഷേ ഇത് ഡിവിഷൻ നമ്മുടെ ബഹുമാനപ്പെട്ട കേരള ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ചിന്റെ ഉത്തരവ് പ്രകാരമാണ് നമ്മളിപ്പോൾ ഇവിടെ ഈ ഒരു നടപടിക്രമത്തിനായിട്ട് വന്നിട്ടുള്ളത്. അപ്പോൾ അതിനെതിരെ ആയിട്ടുള്ള മറ്റു ഉത്തരവുകളൊന്നും ഇതുവരെ ഞങ്ങൾക്ക് കിട്ടിയിട്ടില്ല. അപ്പോൾ ബഹുമാനപ്പെട്ട ഹൈക്കോടതിയുടെ നിർദ്ദേശപ്രകാരം 6 ആഴ്ചയ്ക്കുള്ളിൽ ഈ നടപടി പൂർത്തിയാക്കി റിപ്പോർട്ട് സമർപ്പിക്കണം എന്നുള്ളതാണ് നമുക്ക് കിട്ടിയിട്ടുള്ള റവന്യൂ വകുപ്പിന് കിട്ടിയിട്ടുള്ള നിർദ്ദേശം. അതിന്റെ ഭാഗമായിട്ടാണ് ഇവിടെ പ്രവർത്തിക്കുന്നത്. ഇല്ല, ഒരു കടകളും പൊളിച്ചു മാറ്റുന്നില്ല. ഏറ്റെടുക്കുക മാത്രമാണ് ചെയ്യുന്നത്. പെരിഷബിൾ ഐറ്റംസ് ഉള്ളത് ഒഴിവാക്കാനായിട്ട് അവർക്ക് ഓൾറെഡി സമയം കൊടുത്തിട്ടുണ്ട് നമ്മൾ പെരിഷബിൾ ഐറ്റംസ്. പക്ഷെ പലപ്പോഴും അവർ ഒഴിവാക്കിയിട്ടില്ല. പക്ഷെ ഇപ്പോൾ നമുക്ക് പ്രോസസ്സ് നടക്കുമ്പോഴും വേണമെങ്കിൽ അവർക്ക് ഒഴിവാക്കാനുള്ള സമയം എടുത്ത് മാറ്റാനുള്ള സമയം കൊടുക്കും. വീടുകൾ താമസിക്കുന്ന വീടുകളൊന്നും ഒഴിപ്പിക്കുന്നില്ല. അവർക്ക് നോട്ടീസ് കൊടുത്ത് സ്ഥലം ടെക്നിക്കലി നമ്മൾ ഏറ്റെടുക്കുന്നു. പക്ഷേ വീട്ടിൽ നിന്ന് ആരെ ഇറക്കിയിട്ടില്ല. 56 പൂർണ്ണമായിട്ടും പ്രോസസ്സ് കംപ്ലീറ്റ് ചെയ്ത് തന്നെ കടകൾ പൂട്ടി സീൽ ചെയ്തതാണ്. കടകൾ പൂട്ടി സീൽ ചെയ്യും.